Welcome back to the lecture series of thermal engineering of KTU. From module 1, we will now discuss about the effect of friction in steam nozzles. Now it is an assumption that the flow of steam in nozzles is isentropic, but in actual case it is not isentropic. For simple calculations and for the simplicity of understanding, we go for the isentropic assumption, but in actual case it is not isentropic or reversible. It is irreversible adiabatic expansion. So normally we neglect frictional losses, but to find the exit velocity correctly, we have to consider the friction. The friction should be considered only in the diverging portion. Where the velocity is higher, in that portion only we consider the friction. Now the effect of frictional losses, the expansion is no more isentropic. If you consider friction in the nozzle, we say it is no more isentropic. The enthalpy drop is reduced. Then final dryness fraction of steam is increased, since kinetic energy gets converted into heat and heat is absorbed by steam. അതായത് ഫൈനലായിട്ടുള്ള ഡ്രൈനസ് ഫ്രാക്ഷൻ കൂടുകയാണ് ചെയ്യുക. കാരണം ഇതാണ്, ഡ്രൈനസ് എന്ന് പറയുന്നത് ഇത്രത്തോളം സ്റ്റീം ഒരു മിക്സ്ചർ ഓഫ് ലിക്വിഡ് ആൻഡ് സ്റ്റീമിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൂടുതലായിട്ട് ഹീറ്റ് എനർജി ഉണ്ടെങ്കിൽ കൂടുതൽ ഡ്രൈനസ് ഫ്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാവുമ്പോൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് എനർജി വീണ്ടും ആ സ്റ്റീമിൻ്റെ എൻതാൽപ്പി വാല്യൂ ഇൻക്രീസ് ചെയ്യും. ഹയർ എൻതാൽപ്പി വാല്യൂ ആകുമ്പോൾ ഡ്രൈനസ് ഫ്രാക്ഷനും അതിനോടൊപ്പം കൂടും. Now the specific volume of steam is increased as the steam becomes more dry. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഒരു വെറ്റ് സ്റ്റീം കണ്ടീഷനിൽ അത് ഫ്രിക്ഷനോടുകൂടി അതിൻ്റെ ഡൈവേർജിങ് സെക്ഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ആ വെറ്റ് സ്റ്റീമിലേക്ക് ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വെറ്റ്നെസ് കുറയുന്നു, കൂടുതൽ സ്റ്റീമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് ഒരു ഫ്രിക്ഷനോട് കൂടി ഉള്ള സ്റ്റീം ഫ്ലോയിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൽ ഈ തിക്ക് ലൈനാണ് ഇറ്റ് ഈസ് സാച്ചുറേഷൻ ലൈൻ. ഈ എച്ച് ഗ്രാഫാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിൽ ഈ തിക്ക് ലൈനാണ് ദ സാച്ചുറേഷൻ കർവ്, സാച്ചുറേഷൻ ഡോം എന്നൊക്കെ പറയും. നൗ ഇതിൽ നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻസ് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇത് മൊളിയർ ചാർട്ടാണ്. മൊളിയർ ചാർട്ടിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻസ് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് വരയ്ക്കും. അതിൽ അപ്പോൾ നമ്മൾ 3 പ്രഷേഴ്സാണ് ഇവിടെ കൺസിഡർ ചെയ്തത്. ഇപ്പോൾ ഒരു ഡൈവേർജിങ് നോസിലിൻ്റെ ഇൻലെറ്റ് പ്രഷർ, ദെൻ ത്രോട്ടിൽ ഉള്ള പ്രഷർ കറസ്പോണ്ട് ചെയ്യുന്ന ലൈൻ, പിന്നെ എക്സിറ്റിലുള്ള പ്രഷർ. അപ്പോൾ ഈ പ്രഷർ P1 നിന്നും P3 എത്തുമ്പോൾ പ്രഷർ കുറയുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വെലോസിറ്റി ഇൻക്രീസ് നമ്മളിവിടെ കാണിക്കുന്നില്ല. അപ്പോൾ P1 നിന്നും P3 എത്തുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ എൻതാൽപ്പി ഡ്രോപ്പാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഡെൽറ്റ എച്ച് ഐസെൻട്രോപ്പിക് എന്ന് പറയുന്നത്. ബട്ട് ഇതാണ് 2 നിന്നും 3 വരുമ്പോഴാണല്ലോ ഡൈവേർജിങ് സെക്ഷൻ വരുന്നത്. 2 ത്രോട്ട് വരുന്നു, 3 എക്സിറ്റ് വരുന്നു. ഇവിടെയാണ് ഡൈവേർജിങ് സെക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ വരുന്നത്, കൺവേർജൻ ഡൈവേർജിങ് നോസിൽ. ഈ സെക്ഷനിൽ 2 നിന്നും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അത് ഈ ഐസെൻട്രോപ്പിക് ലൈനിനെ ഫോളോ ചെയ്യില്ല. നേരെ മറിച്ച് അത് ഡീവിയേറ്റ് ചെയ്യും. ഡീവിയേറ്റ് ചെയ്യുന്ന ലൈനാണ് ഈ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചു. ഡീവിയേറ്റ് ചെയ്ത് ഒരു ഹയർ എൻതാൽപ്പിയിൽ എക്സ്പാൻഷൻ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ 3' എന്ന വാല്യൂയിലേക്ക് എത്തുന്നു. അപ്പോൾ നമുക്കറിയാം, ഇതായിരുന്നു ദ ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ലൈനിൻ്റെ എൻഡിങ് പോയിന്റ്. ഇത് അഡിയബാറ്റിക്കിൻ്റെ. അപ്പോൾ ഒരു ഡിഫറൻസ് ഇൻ എൻതാൽപ്പി ഉണ്ടല്ലോ. ഈ ഡിഫറൻസ് ഇൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ തിരിച്ച് സ്റ്റീമിലേക്ക് തന്നെ ഫ്രിക്ഷൻ കൊണ്ട് ഹീറ്റായിട്ട് സ്റ്റീമിലേക്ക് തന്നെ തിരിച്ചു പോയത് കൊണ്ടാണ്
ഈ എൻതാൽപ്പി ഹയർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഈ ഗ്രാഫിൽ നമുക്ക് ഇതിലൂടെ വ്യക്തമായി കാണാം. ഇവിടെ ഡ്രോപ്പ് 2 ഇത് സെക്ഷൻ കാണിച്ചേക്കുന്നതാണ്. ഇവിടെയാണ് 1ൽ, ഈ ഗ്രാഫിൽ 1ലാണ് ത്രോട്ട്, 2ൽ എക്സിറ്റ്. അപ്പോൾ ഐസെൻട്രോപ്പിക്കായിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 to 2 ആയിട്ട് വരും. വിത്തൗട്ട് ഫ്രിക്ഷൻ ആണ്. വിത്ത് ഫ്രിക്ഷനോടുകൂടി 1 to 2' ആണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നൗ ദ പ്രോസസ് 1, 2, 3 എന്ന് പറയുന്നത് ഐസെൻട്രോപ്പിക് എക്സ്പാൻഷൻ ആണ്. പ്രോസസ് 1, 2, 3' is irreversible adiabatic expansion ആണ്. അഡിയബാറ്റിക് ആവാൻ കാരണം there is friction in the diverging section. Now H1 minus H3 എന്ന് പറയുന്ന ഐസെൻട്രോപ്പിക് ഹീറ്റ് ഡ്രോപ്പ് ആണ്. H1 minus H3' എന്ന് പറഞ്ഞ ആക്ച്വൽ ഹീറ്റ് ഡ്രോപ്പ് ആണ്. The nozzle efficiency or the coefficient of nozzle K എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ ഹീറ്റ് ഡ്രോപ്പിനെയും ഐസെൻട്രോപ്പിക് ഹീറ്റ് ഡ്രോപ്പിനെയും ബേസ് ചെയ്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് K is equal to eta nozzle equal to actual heat drop divided by isentropic heat drop. അതിൻ്റെ വാല്യൂ വരുന്നത് H1 minus H3' divided by H1 minus H3. This is the efficiency equation for the nozzle. Thanks for watching.